ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. ഒറ്റപ്പാലം തോട്ടക്കരയിൽ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം. ദമ്പതികളെ വീട്ടിനുള്ളിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. തോട്ടക്കര നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഇവരുടെ വളർത്തുമകളുടെ 4 വയസ്സുകാരനായ മകനെ ഗുരുതര പരിക്കുകളോടെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. പരിക്കേറ്റ കുട്ടിയുമായി യുവതി വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കണ്ട നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ദമ്പതികളെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ബന്ധുവായ യുവാവ് കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം സമീപത്തെ പള്ളി ഖബർസ്ഥാനിലേക്ക് ഓടി രക്ഷപ്പെട്ടതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. ഇന്നലെ രാത്രി ഏകദേശം ഒരു 11:57 വിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ ചെറിയ കുട്ടിയുമായിട്ട് കൂടെ പോകുന്നു. അപ്പോൾ അവരെന്താ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാനും ഉപ്പാനും വെട്ടിയിട്ടുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ടാണ് ആ പിള്ളേരെ എന്നെ വിളിച്ചിട്ടാത്തത്. നമ്മളെ വന്ന് നോക്കണത് ഒരു പയ്യൻ മുഖത്തൊക്കെ ചോരുണ്ട്. അപ്പോൾ അവൻ വന്ന് എന്നോട് ആദ്യം ചോദിച്ചത് ഇതിനും സ്ത്രീ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. അപ്പത്തിനും ഒറ്റപ്പാലം പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വരുന്നുണ്ട്. അപ്പോൾ ഇവനിവിടെ കണ്ടു. അവിടെ കണ്ടിട്ട് അവർ വണ്ടി നിർത്തുന്നതിന് മുമ്പ് ഞങ്ങൾ മുമ്പ് കൂടെ തന്നെ ഓടി നേരെ അപ്പുറത്തെ പള്ളിത്തൊടിയിലേക്ക് ചാടുന്നു. പള്ളിത്തൊടിയിലേക്കാണ് പോയിരിക്കുന്നത്. പോലീസിനോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ വേഗം ആ പെൺകുട്ടീനെയും ആ കുഞ്ഞിനെയും നോക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആ വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് ആ കുട്ടിയുടെ ഷർട്ട് കൊണ്ടു നോക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട്. കുട്ടിയുടെ കർഷത്ത് നല്ലൊരു മുറിവുണ്ട്. അപ്പോൾ ആ കുട്ടീനെ കൊണ്ട് ആദ്യം താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി തിരിച്ച് പോലീസിൻ്റെ അടുത്ത് ഈ വിവരം പറഞ്ഞപ്പോൾ പോലീസ് ഞങ്ങളൊക്കെ പാടെ വന്ന് നോക്കുമ്പോൾ ആ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ 2 ഉമ്മയെയും കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഒളിവിൽ പോയ ഇയാൾക്കായി പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്. കുടുംബ വഴക്കാണോ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. സ്ഥലത്തെത്തിയ ഒറ്റപ്പാലം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് CCV.